ഞമ്മ മംഗലത്തിൻ്റെ ഫംഗ്ഷന് വരുന്നതെല്ലാം വൈകുന്നേരം ഞാൻ അപ്പോൾ രാവിലെ തന്നെ വന്നിന് പിള്ളേർ മദ്രസിലേക്കെല്ലാം പോയിട്ട് മംഗലം വന്നിട്ട് ഒരു ദിവസം ഒന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടാ പോരല്ലേ. സ്കൂളിലെ എക്സാം മദ്രസിലെ എക്സാം. അപ്പോൾ ഞാൻ പറയുന്നുണ്ടേ അവനോട് നീ സേറായിട്ട് നീ ഈ ടൈമിൽ എന്നെ വെച്ചത് സ്കൂളും മദ്രസിലും ഒന്നാകെ എക്സാം ഉണ്ടാകുമ്പോക്കെന്ന്. അങ്ങനെ രാവിലെ തകൃതിയായ പണികളെല്ലാം നടക്കുന്നുണ്ട്. ഫുഡിൻ്റെ ഭാഗത്തും അതിൻ്റെ ഭാഗത്തും ഇതിൻ്റെ ഭാഗത്തെല്ലാം അങ്ങനെ അച്ഛൻ വന്നിട്ട് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. പത്തെല്ലാം ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായി. അങ്ങനെ കിച്ചണിലേക്ക് പോകുമ്പോൾ കുറേ അരക്കാനും പൊടിക്കാനും പഠിക്കാനും നല്ല ഞങ്ങൾക്ക് കുറേ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് സാധനം. അങ്ങനെ ഐസെല്ലാം അടിച്ചിട്ടും അരച്ചിട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. പണി എത്ര പണിയെടുത്തെന്നല്ലെങ്കിൽ ആ മംഗലത്തിൽ നിന്ന് കാലത്ത് പണിയെടുക്കുന്ന തന്നെയല്ലേ എത്ര ഫിനിഷായി എന്നല്ലെങ്കിൽ. അങ്ങനെ ഒരാൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിള്ളമാരെല്ലാം കളിക്കുന്നുണ്ട്. ചായ കുടിക്കാത്തവരെല്ലാം ചായ കുടിക്കുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ പണിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊലിസും കഥയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീട് നോക്കുമ്പോൾ ഭയങ്കര ബേജാറാണ്, മിസ്സിങ്ങാണ്. ഇത് പരിപാടിനാട്ടിയും പൊലിസുള്ള ഒരു ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് ഒരു ദിവസം മുന്നേ അതിന് ഒരുക്കങ്ങളെല്ലാം കൂട്ടും പറഞ്ഞ പൊലിസ്. അങ്ങനെ എന്നോട് അരക്കാനും പിടിക്കാനല്ല അപ്പുറത്തവർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ ഞാൻ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് അവൻ ജസ്റ്റ് പുറത്ത് നിന്നിട്ട് വീഡിയോസ് എടുത്തില്ല. മുകളിൽ തന്നെയല്ലേ വീഡിയോസ് എടുക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ബ്യൂട്ടീഷ്യൻ ആക്കിയിട്ടുണ്ടായി. അങ്ങനെ ഓരോരാളെ ബ്യൂട്ടീഷ്യൻ രാവിലെ തന്നെ വരുന്നുണ്ട്. ഇതെൻ്റെത്, ഇത് നിൻ്റെത്, മറ്റേത് മറിച്ചത് എന്നിട്ട് ഓരോരോ റൂമിൽ ഇരുന്നിട്ടുണ്ട്. എൻ്റെ ബ്യൂട്ടീഷ്യനെ ഗ്ലോ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടേ എൻ്റെ ഓരോ പേര് ഗ്ലോ ബ്യൂട്ടി നാനി. ഇത് ദീദിമാർക്കെല്ലാം ആക്കിയത് ഓറാങ്ങി ഡ്രാപ്പ് ബൈ സപ്പു എന്നിട്ട് നല്ല ഉണ്ടായി സാരി കൊടുത്തത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിനെ. നല്ല പ്രൊഫഷണൽ ആയിട്ട് കൊടുത്ത പോലെ തന്നെ ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്കായിരിക്കും എനിക്ക് വേണമെങ്കിൽ ഞാൻ ഓരോ 2 പേജ് മെൻഷൻ ആക്കാം. നിങ്ങൾ ജസ്റ്റ് ഇതാക്കിയിട്ട് നോക്ക്. ഞങ്ങൾക്കിതെല്ലാം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. മാഷാ അല്ലാഹ് നല്ല പൾസ് ഉണ്ടായി ഒന്നാകെ കൂടിയിട്ട്. ഇത് മേക്കപ്പ് ആക്കുമ്പം സാരി എടുക്കുമ്പോഴൊക്കെ എല്ലാം അങ്ങനെ പകുതി ആൾ ബേക്കുന്നുണ്ട്. പുതിയ ആപ്പിൾമാർക്കെല്ലാം ബിരിയാണിയും കൊടുക്കുന്നുണ്ട്. പകുതി ആൾക്ക് വെറുംചോറ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പളേക്കാകുമ്പോൾ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തി. 2 ഏട്ടത്തിയും അനിയത്തിയും വന്നിനത്. ഇത് ഒരു പേജ് ഗ്ലോ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ബദിയെടുക്കത്തത്. മാഷാ അല്ലാഹ് എൻ്റെ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. സാരി ആയെങ്കിലും എല്ലാം സെറ്റാക്കിയിട്ട് കൊടുത്തിട്ട് തന്നിട്ട് പോയിന്. ചെറിയ കുഞ്ഞുള്ളത് ഇത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും സപ്പോർട്ടാക്കുക. ഓരോ പേജെല്ലാം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് നോക്ക്. കുറച്ച് പൈസ കുറച്ച് സെറ്റാക്കി തരുന്നു. ആകെ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ ഉണ്ടായത്. പക്ഷെ ഞങ്ങൾ കുറച്ച് സമയത്തിൽ തന്നെ നല്ല ഫ്രണ്ട്സായി. 2 നല്ല മുണ്ടുന്നേ. അങ്ങനെ ഒരു ബോറടിച്ചിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടേ ഈ 3 മണിക്കൂറെല്ലാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. പക്ഷെ അപ്പം തന്നെ ഞങ്ങൾ നല്ല കട്ട ഫ്രണ്ട്സായി നന്ദി. വീഡിയോ ഭയങ്കര ലെങ്ത്താണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻഷാ അല്ലാഹ് പാർട്ട് 1 ഇരുട്ട് പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോയിൽ ഇടാവാ. ഇത് അപ്പം അങ്ങനത്തെ എല്ലാ സംഗതി. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് പകുതിയായിട്ട് ജസ്റ്റ് നോക്കാമ്പോൾ ഓർക്ക് താഴെ എല്ലാവർക്കും റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ് എല്ലാവരും കാണാൻ നല്ല മഞ്ചുണ്ടായി. ഞങ്ങളെ ഭയങ്കര ഒരു ഡ്രീം മംഗലാഞ്ഞിത്. മാഷാ അല്ലാഹ് ഞങ്ങൾ നിരീച്ച പോലെ അതിന് ഒരാൾ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ചെലൈന, നീ ചെലൈന, മറ്റോൾ ചെലൈന എന്നിട്ട് അങ്ങനെ പിന്നെ ആണുങ്ങളെല്ലാം റെഡി ആയിട്ട് ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ട്. ഇത് ബാക്കി വീഡിയോ നെക്സ്റ്റ് പാർട്ടിലിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.